നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വിപ്ലവം പ്രസംഗിക്കുന്നവര് ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? CPM-ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. CPM ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ജനങ്ങളെ, അതായത് സാധാരണക്കാരെ ഒരുമിച്ച് നിർത്തി ഐക്യതയുടെ, ഒരുമയുടെ താളം അവർക്ക് പകർന്നു കൊടുത്ത് മണ്ണിന്റെ മക്കളായി, മണ്ണിന്റെ അവകാശികളായി അവരെ സ്ഥാപിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ് CPM. വല്ല തർക്കമുണ്ടോ അതില്? ഇല്ല. പക്ഷെ അത് ഇന്ന് എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇടയ്ക്കൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അതായത് ഇനി അടുത്ത ഒരു തലമുറ പുതിയ യുവാക്കളാണ്. ഇപ്പൊ 2026 ആണല്ലോ, പുതിയ ടെക്നോളജികൾ, ഇപ്പൊ AI ടെക്നോളജി വരെ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ വെർഷൻ അത് കുത്തിയിരുന്നാൽ നടക്കില്ല. അപ്പൊ യുവാക്കളെ കൊണ്ടുവരണം. യുവാക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുവാക്കൾക്ക് അധികാരം കൊടുത്ത ശേഷം നമുക്ക് ആധുനിക കേരളത്തെ അല്ലെങ്കിൽ ആധുനിക ഭാരതത്തെ സൃഷ്ടിച്ചൊരുക്കാൻ നമുക്ക് സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? തങ്ങളുടെ അധികാരം അത് വിട്ടുകൊടുക്കാൻ മടിക്കുന്ന ഒരു പറ്റം വയോധികർ, കടൽ കഴിവന്മാരെന്ന് നമ്മൾ വിളിക്കും. ആ കടൽ കഴിവന്മാർ ഓരോ തവണയും MLA-മാരെ അവർ മത്സരിക്കുന്നു, അധികാരത്തിലേക്ക് വരുന്നു, ഒന്നുകിൽ മന്ത്രിയാകുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിൽക്കുന്നു, അതല്ലെങ്കിൽ MLA-എങ്കിലുമായിട്ട് അവിടെ നിൽക്കുന്നു. അവരുടെ കാലം കഴിയുന്നു, അല്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അവരുടെ ഭാര്യമാരെ കൊണ്ടുവരുന്നു. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഭാര്യയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇനി ഭാര്യയും അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ഭാഗത്ത് മക്കൾ വരും. അങ്ങനെ ഒരു കുടുംബ വാഴ്ച. മുമ്പ് അപ്പൂപ്പൻ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇപ്പോ പാർട്ടി സെക്രട്ടറി മത്സരിക്കുന്നതിന് പകരം ഇപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോ അത് കഴിയുമ്പോൾ ഒരു പക്ഷേ മക്കൾ വരുമായിരിക്കും. ഉണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ വരും. ഇനി അവരാരും ഇല്ലെങ്കിൽ മാത്രം മറ്റാർക്കെങ്കിലും ഒക്കെ ആ സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം. അതായത് കുടുംബ വാഴ്ച, കുടുംബ ഭരണം മതി. ഇവിടെ വളർന്നു വരുന്ന യുവാക്കൾ, പാർട്ടിയിൽ കഴിവുള്ളവരില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ള യുവാക്കൾ ധാരാളമുണ്ട്. പക്ഷെ അവരൊന്നും അടുക്കൂല, അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റൂല. കടൽ കഴിവന്മാർ അങ്ങോട്ട് അടുപ്പിക്കില്ല. സത്യത്തിൽ ഇതൊരു വിപ്ലവ പാർട്ടിയാണോ അതോ ഒരു കുടുംബ ബിസിനസ് ഗ്രൂപ്പാണോ? കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ ബിസിനസ് ഗ്രൂപ്പാണ് കൂടുതലും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ് നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ പല അടിച്ചുമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അത് കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപാട്. എന്തെങ്കിലും ചോദിച്ചാൽ അണികളെ കൊണ്ട് പറയിക്കും വിവരാവകാശം എടുത്തൂടെ എന്ന്. എന്നാൽ ഇതേ വിവരാവകാശം എടുത്തുകൊണ്ട് ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയാൻ അവർക്കൊണ്ട് ധൈര്യമില്ലാതാനും. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രായം ഒരു അക്കമാണെന്ന് വേണമെങ്കിൽ ഓട്ട മത്സരത്തിലൊക്കെ നമുക്ക് പറയാം. അത് മത്സരിക്കാൻ നിൽക്കുമ്പോഴോ വല്ല ക്രിക്കറ്റ് കളിക്കുമ്പോഴോ, ഇനി അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് പറയാം പ്രായം അത് വേറെ ഒരു അക്കം മാത്രമാണ് എന്ന്. എന്നാൽ നാട് ഭരിക്കാനാണെന്നുണ്ടെങ്കിൽ ഊർജ്ജസ്വലതയുള്ള വർത്തമാന കാലത്തിൽ ജീവിക്കുന്ന, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന പഴയ വെർഷൻ അല്ല, ഈ ആധുനിക വെർഷൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന പുതിയ യുവാക്കൾ, പുതുതലമുറ യുവാക്കൾ വേണം. 80, 85, 90 വയസ്സുള്ളവർ വീണ്ടും കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പുതിയ യുവാക്കൾ കയറി വരിക? എത്ര സീറ്റാണ് നമുക്കിവിടെ ഉള്ളത്? ആ സീറ്റുകളിൽ മത്സരിക്കാൻ ഈ കഴിവന്മാരെ നിരന്ന് നിന്ന് കഴിഞ്ഞാൽ യുവാക്കൾ പുറത്തേക്കാനേ പറ്റുള്ളൂ. എന്താ യുവാക്കളുടെ അവസ്ഥ? ആ യുവാക്കൾ ഈ പറയുന്ന കടൽക്കഴവന്മാർക്ക് വേണ്ടി കൊടി പിടിക്കുക, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുക, അടി കൊള്ളുക, അല്ലെങ്കിൽ അടി കൊടുക്കുക, കൊല്ലുക, ചാവുക, പോസ്റ്റർ ഒട്ടിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അവർ വരണ്ടേ? അവരുടെ കഴിവും അവരുടെ വിശേഷവും എല്ലാം നമ്മുടെ ഈ ദേശത്തിന്, നമ്മുടെ ഈ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ളതല്ലേ? ഈ സമൂഹത്തെ വാർത്തെടുക്കാൻ അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ ചിന്താബോധവും വേണ്ടേ? അവർക്ക്, ആ യുവാക്കൾക്ക് അവസരം നൽകാതെ ഇവിടെ സാമ്രാജ്യത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ കഴിവന്മാരിങ്ങനെ പിടിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മറ്റൊന്നുകൂടി ചോദിക്കാനുള്ളത്, ഈ കഴിവന്മാരെ തന്നെ നിങ്ങൾക്ക് മേലെ ഇരുത്തണമെന്ന് നിങ്ങൾക്ക് ഇത്ര വാശി എന്താണ്? ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ 10-15 വർഷം പാർട്ടിയിൽ പണിയെടുക്കും. അങ്ങനെ പാർട്ടിക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു പരിഗണനയില്ല, അവൻ വീണ്ടും പോസ്റ്റ് ഒട്ടിക്കും, അല്ലെങ്കിൽ വലിയ ഏരിയ സെക്രട്ടറി ഒക്കെ പരമാവധി ആയിട്ടുണ്ടാകും. ഭരണരംഗത്തേക്ക് അവന് പ്രവേശനമൊന്നുമില്ല. ഇനി അതിനെ എതിർത്ത് പറഞ്ഞാലോ വർഗപഞ്ചകനായി നാട് കടത്തും. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് പോകും. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പോ നിലവിലുള്ള സിറ്റിംഗ് MLA പോലും BJP-യിൽ പോയി മത്സരിക്കാൻ പോകുന്നു എന്നാണ് കേട്ടത്. ഒരു വേള മറ്റ് യുവാക്കളായിട്ടുള്ള നേതാക്കന്മാരും മറ്റുള്ളവരും അണികളും ഒക്കെ BJP-യിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. കാരണം അതിൽ അവസരമാണ്. കേരളത്തിലെ ഇനിയുള്ള ഭരണകാലത്ത് കുറച്ച് വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇപ്പൊ തിരുവനന്തപുരം മേയർ തന്നെ ഉദാഹരണമാണ്. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി പല രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ചോദിച്ചു നോക്കി. മോദിന്റെ ചിത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാദഗതി നടക്കുന്ന കേട്ടു. തെളിവും കൊണ്ടൊന്നും ഒരു കണ്ടമ്പടി വീഴുന്നാണ് പിന്നീട് കണ്ടത്. അത്തരത്തിൽ ബോധമുള്ള, ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, അങ്ങനെ കുറെ എണ്ണം അവിടെയുണ്ട്. അപ്പോ എല്ലാ പാർട്ടിയിലും ഉണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ BJP-യിലേക്ക് ഒഴുകി പോകുമ്പോൾ
അവർക്ക് ഒരുപക്ഷെ നാളത്തെ ഭരണത്തിൽ ഒരു ഇടം കിട്ടിയേക്കും. കാരണം ഇവിടെ ഒഴിവുണ്ട്, യുവാക്കൾ ഒഴിവ് നല്ലോണമുണ്ട്. കേരളത്തിന്റെ ഭരണചക്രം ധരിക്കാൻ വേണ്ടി BJPക്ക് 4-3-7 നേതാക്കന്മാർ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ ഈ യുവാക്കൾക്ക് അങ്ങോട്ട് ചേക്കേറി കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനം കിട്ടും എന്ന് കരുതി അങ്ങോട്ട് പോകുന്നുണ്ടോ കുറ്റം പറയാൻ പറ്റും? അല്ല, മറ്റൊരു രീതിയിലൂടെ ചിന്തിക്കണം. ഈ കഴിവന്മാർക്ക് ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, അധികാരം പോകുമ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് വീണ്ടും അധികാരം വേണമല്ലോ. ഇവിടെ എന്തായാലും പാർട്ടിയിൽ അധികാരമില്ല, 2-3 തവണ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മത്സരിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി മാറണമല്ലോ, അധികാരമാണെങ്കിൽ പാർട്ടി മാറണമല്ലോ. അപ്പൊ ഇവിടെ മത്സരിച്ച് കുളമാക്കി ഒരു വഴിക്കാക്കിയ ശേഷം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ അണികളെയും കൂടെ ചേർത്തുകൊണ്ട് അവിടെ നേതാവായി ഇരിക്കാൻ വേണ്ടി അഡ്വാൻസായി ഇവിടെ പരിവാര ബൃന്ദങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതാണോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. ഏതായാലും കേരളം ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. പഴകിയ തുരുമ്പിച്ച ആ ഒരു സിദ്ധാന്തങ്ങളും പിടിവാസികളുമായിട്ട് ഈ കഴിവന്മാരെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ യുവാക്കൾ കഴുത്തിന് പിടിച്ച് പുറത്തിടും. ഇനി അങ്ങനെ പുറത്തിടാൻ പറ്റാത്ത വണ്ണം അവരെ കൂച്ചുവരങ്ങിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂച്ചുവരങ്ങ് പൊട്ടിച്ച് മറ്റേ പാർട്ടികളിലേക്ക്, വേറെ പാർട്ടികളിലേക്ക് പോകും. അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതുകൊണ്ട് ആ പഴകി തുരുമ്പിച്ച സിദ്ധാന്തങ്ങളും അതുപോലെ ആ പിടിവാശിയും ഒക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, അതൊന്നും നാട് ഭരിക്കാൻ വേണ്ടി ഉതകുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ മാറ്റിവെച്ചിട്ട് യുവാക്കളെ ആ കസേരയിലേക്ക് കയറ്റിയിരുത്ത്. CPM-ലെ കഴിവും പ്രാപ്തിയുമുള്ള യുവാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ കഴിവന്മാര് നാടകം കളിക്കുന്നത്? ഓരോരുത്തരെ പിടിച്ചോ. A.A. റഹീമിന് എന്താ പറ്റൂലേ? അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനല്ല, ബഹുഭാഷാ പണ്ഡിതനാണ്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റും. ഇവിടെ ഇപ്പുറത്ത് സംസ്ഥാനത്ത് വരണമെങ്കിൽ ഇവിടെയും പറ്റും. കേരളമായാലും കേന്ദ്രമായാലും പറയാനുള്ളത് ഇനി ഏത് ഭാഷയിലായാലും പറയാനുള്ള പാണ്ഡിത്യവും അവഗാഹമായിട്ടുള്ള അറിവും അതിലുണ്ട്. ആ അറിവിനെ കൃത്യമായി എന്തുകൊണ്ട് പാർട്ടി പ്രയോജനപ്പെടുത്തുന്നില്ല? ഇനി സാമൂഹ്യ ബോധവും സഹിഷ്ണുതയും ദൈനാനുകമ്പയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിന്താ ജെറോമില്ലേ? എന്തുകൊണ്ടാണ് ചിന്താ ജെറോമിനെ ആ നിലയിലേക്ക് പരിഗണിക്കാൻ അവർക്ക് കഴിയാത്തത്? ഇനി മറ്റുള്ളവരെ എങ്ങനെ സാന്ത്വനിപ്പിക്കണം, എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണം, എങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആദരിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് വ്യക്തമായി മാതൃക കാണിച്ചു കൊടുക്കുന്ന ജേക്സി തോമസ് ഇവിടെ ഇല്ലേ? അങ്ങനെയുള്ളവരെ എന്തുകൊണ്ടാണ് നേതൃസ്ഥാനത്ത് കൊടുക്കാത്തത്? ഇവരെയൊക്കെ എവിടെയെങ്കിലും തോൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന് നിർത്തും. ജയിക്കേണ്ട സ്ഥാനങ്ങളിൽ, ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ കഴിവന്മാർ കയറി കുത്തിയിരിക്കാൻ ചെയ്യും. ഇല്ലേ? എന്നാലും ചെയ്തുകൊണ്ട് വരുന്നത്. ഏതായാലും കഴിവന്മാര് മാറി നിന്നേ പറ്റൂ. കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പഴയ തുരുമ്പിച്ച ആ സിദ്ധാന്തങ്ങൾ എടുത്ത് തോട്ടിലിടണം. എന്നിട്ട് 2026 ജീവിക്കുന്ന പുതിയ നേതാക്കളെ അങ്ങോട്ട് പിടിച്ച് കസേരയിൽ കയറ്റി ഇരുത്തണം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലാക്കേണ്ട വിധത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളിലാണ് പ്രതീക്ഷ. നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആരെങ്കിലും കൊണ്ട് നിർത്തുന്നവരെ അല്ല. നിങ്ങൾക്ക് സ്വയം കയറിയിരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കയറി ഇരിക്കാൻ കഴിയുന്ന, എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവരെ നിങ്ങൾ കയറ്റിയിരുത്തുക. കാര്യം നിങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ, വേറെ ആരിലും പ്രതീക്ഷയില്ല. Different angles. Don't forget to subscribe and support this channel.